എന്തായാലും പാർട്ടിയുടെ ക്രൈസ്തവ നയതന്ത്രം പാളി എന്നൊരു വിഭാഗത്തിന്റെ വിമർശനത്തിന് പിന്നാലെ ക്രൈസ്തവ പിന്തുണ നേടാൻ തീവ്ര നീക്കവുമായി BJP. ക്രൈസ്തവ മേലധ്യക്ഷന്മാരുമായും ബിഷപ്പുമാരെയും സന്ദർശിച്ച കാര്യങ്ങൾ വിശദീകരിക്കാനാണ് തീരുമാനം. ഇന്നു മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്തും. അലക്സ് റാം മുഹമ്മദ് വാർത്തകൾ ചേരുന്നു. അലക്സ്, ഇതിൽ എന്താണ് ഇപ്പോഴും ഛത്തീസ്ഗഡ് BJPയുടെ അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഈ കന്യാസ്ത്രീകളെ അങ്ങേയറ്റം മോശമായി ചിത്രീകരിക്കുന്ന, മനുഷ്യക്കടത്തുകാരായി ഭീകരവൽക്കരിക്കുന്ന അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും കിടപ്പുണ്ട്. കന്യാസ്ത്രീകളെ സ്വീകരിക്കാൻ പോയ രാജീവ് ചന്ദ്രശേഖർ നടപടി തെറ്റാണെന്ന് VHP ഒന്നല്ല പല നേതാക്കൾ തുറന്നു പറയുന്നുണ്ട്. അത് കേരളത്തിന് പുറത്തെ മാത്രമല്ല ആർ വി ബാബു അടക്കമുള്ളവർക്ക് ഇവിടുത്തെ RSS സൈദ്ധാന്തിക ഗുരുക്കന്മാർക്കൊക്കെ വലിയ വിയോജിപ്പ് ഇക്കാര്യത്തിലുണ്ട്. അലക്സ്, ഈ വസ്തുതകൾ നിൽക്കെ ഔട്ട്റീച്ച് പ്രോഗ്രാമിൽ പോയി അവരോട് എന്ത് പറയാനാണ് ഇവിടുത്തെ BJP? ഹാഷ്മിനെ, ഇത് സംസ്ഥാന BJP ഉദ്ദേശിച്ചതുപോലെ, അതായത് ലഭിക്കേണ്ടത് കിട്ടിയുമില്ല, കയ്യിലിരുന്നത് പോവുകയും ചെയ്തു എന്നുള്ളത് പോലെയാണ് ഈ അവസ്ഥ. സംസ്ഥാന BJP ആകെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സംഘപരിവാർ സംഘടനകൾ, പ്രത്യേകിച്ച് കേരളത്തിലെ RSS, ഹിന്ദു ഐക്യവേദി, VHP അടക്കമുള്ള സംഘടനകളെല്ലാം സംസ്ഥാന BJPയുടെ ഈ തീരുമാനത്തിനെതിരാണ്, ഈ നേതൃത്വം കൈക്കൊണ്ട തീരുമാനത്തിനെതിരാണ്. അത് മാത്രമല്ല, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഉയരുന്നു. BJPയുടെ ക്രൈസ്തവ നയതന്ത്രം അപ്പാടെ പാളി എന്ന് പാർട്ടിക്കുള്ള ഒരു വിഭാഗം വിമർശനം ഉന്നയിച്ചതും ദേശീയ നേതൃത്വത്തെ സമീപിക്കുമെന്ന വിവരവും നമ്മൾ ഇന്നലെ ബ്രേക്ക് ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെ BJP കൈക്കൊണ്ട പ്രധാനപ്പെട്ട നടപടി ഈ ക്രൈസ്തവ പിന്തുണയാർജിക്കാനുള്ള തീവ്ര നീക്കം പാർട്ടി തുടങ്ങി എന്നുള്ളതാണ്. വീണ്ടും ക്രിസ്ത്യൻ ഔട്ട്റീച്ചുമായി രംഗത്തിറങ്ങാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ജനറൽ സെക്രട്ടറി S സുരേഷ്, വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്, ഒപ്പം ന്യൂനപക്ഷ മോർച്ച നേതാക്കളായ ജിജി ജോസഫ്, സുമിത് ജോർജ് എന്നിവർ ഇന്നലെ KG മാരാർ ഭവനിൽ യോഗം ചേർന്നിരുന്നു. യോഗം ചേർന്നാണ് ഈ ക്രിസ്ത്യൻ വിഭാഗത്തെ അടുപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാമിന് രൂപം നൽകിയത്. ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയും ബിഷപ്പുമാരെയും സന്ദർശിച്ച് ഈ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതിൽ BJP അവരെ മോചിപ്പിക്കുന്നതിനെടുത്ത നടപടികളും ഇവരോട് വിശദീകരിക്കാനാണ് തീരുമാനം. ഇന്നു മുതൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതാണ് ഈ ഔട്ട്റീച്ച് പ്രോഗ്രാം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിനാണ് ഇതിന്റെ ചുമതല. ഈ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ കാണുന്നതിനും ബിഷപ്പുമാരെ കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനുള്ള ചുമതല ഷോൺ ജോർജിനാണ്. ഷോൺ ജോർജ് ഇന്ന് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ പ്രസിഡന്റ് കർദിനാൾ ബെസലിയസ് ക്ലെമിസ് ബാവയും ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേരയും കാണും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും BJP സംസ്ഥാന നേതൃത്വം അത്തരത്തിൽ ക്രൈസ്തവ പിന്തുണ ആർജിക്കാനുള്ള സത്വര നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഒപ്പം പാളയത്തിൽ നിന്ന് പടയെന്ന പോലെ BJPക്കുള്ളിലും അതുപോലെ സംഘപരിവാറിനുള്ളിലും സംസ്ഥാന BJP ഒറ്റപ്പെടുകയും ചെയ്യുന്നു. എന്തായാലും RSS ആ നീക്കത്തോട് യോജിക്കുമെന്ന് ആരും അറിയില്ല. കാര്യം VHP അടക്കമുള്ള ബജരംഗ് ദൾ അടക്കമുള്ള സംഘപരിവാർ സംഘടനകളൊക്കെ ഈ പറയുന്ന രീതിയിൽ കന്യാസ്ത്രീകൾ അവിടെ മതപരിവർത്തനം നടത്തിയെന്നും അവർ മനുഷ്യക്കടത്തുകാരാണെന്നും എന്ന നിലപാടിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്ന പശ്ചാത്തലത്തിൽ അത് ഇപ്പോൾ ഛത്തീസ്ഗഡ് അവർ മാത്രമല്ല, ഇപ്പോൾ റെസ്റ്റ് ഓഫ് ദ കേരള BJP എന്ന് തന്നെ പറയാം, കേരളത്തിലല്ലാത്ത BJP അവരുടെ ഛത്തീസ്ഗഡിലെ BJPയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നുമുണ്ട്. അപ്പോൾ ഒരുപക്ഷേ ഈ ബിഷപ്പുമാരെയൊക്കെ കാണാമെങ്കിലും സാധാരണ വിശ്വാസികളുടെ വിശ്വാസമാർജിക്കാൻ ഈ നീക്കങ്ങൾ കൊണ്ട് ഔട്ട്റീച്ച് കൊണ്ട് കഴിയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.